എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂണ് കൊണ്ട് നമ്മൾ പിടിയൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പല സാധനങ്ങളും ഇട്ടുണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കൂണ് കൊണ്ടാണ്. കോഴി പിടിയൻ ഉണ്ടാക്കും. ചെമ്മീൻ കൊണ്ട് ഞങ്ങൾ ചെമ്മീൻ കൊണ്ട് പിടിയൻ ഉണ്ടാക്കും. പിന്നെ കൂണ് കൊണ്ട് പിടിയൻ ഉണ്ടാക്കും. ഇപ്പം നോണൊന്നും കഴിക്കാത്തവർക്ക് ഈ കൂണ് കൊണ്ട് പിടിയൻ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ്. അതിനത് കൂണ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അരിപ്പൊടി, നമ്മൾ പുട്ടിൻ്റെ പൊടിയില്ലേ, പുട്ടിൻ്റെ പൊടി. പിന്നെ നമ്മൾ പിടിയന് വേണ്ടതായ സാധനങ്ങളൊക്കെ വേണം. നമുക്ക് എന്താക്കാൻ നോക്കാം. നമ്മൾ അരി കൊണ്ടാണല്ലോ പിടിയൻ ഉണ്ടാക്കണേ. അപ്പം അതിനുള്ള അരിപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് ഇനി തിളച്ച വെള്ളം ഒഴിച്ച് അത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കണ മാതിരി കുഴക്കണം കേട്ടോ. ഇനി ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് കുഴച്ച് പിടിയനാക്കി എടുക്കണം. കുറച്ച് തേങ്ങ ചേർക്കണം. കുറച്ച് ജീരകം കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് പിടിയനെ കുഴക്കണം. മാതിരി ചൂടാറി കഴിയുമ്പോൾ നല്ലോണം കുഴച്ചെടുക്കണം. ഇനി ചൂടാറിയിട്ട് കുഴച്ച് കാണിച്ചു തരാം കേട്ടോ. ചൂടാറിയാലേ എനിക്ക് കുഴയ്ക്കാൻ പറ്റുള്ളൂ, കൈ പൊള്ളില്ലെങ്കിൽ. കൂണ് നമ്മൾ നന്നാക്കി മഞ്ഞൾ വെള്ളത്തിലേക്കാണ് കേട്ടോ കൂണ് നന്നാക്കി ഇടണത്. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ഈ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇടണത്. 10-20 മിനിറ്റ് ഈ മഞ്ഞൾ വെള്ളത്തിൽ കിടക്കണം കൂണ്. ഇത് മേടിക്കണ കൂടാണ്. പണ്ടൊക്കെ കുറച്ച് നമുക്കിവിടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഉണ്ടാക്കാറ്. ഇപ്പം മേടിക്കണ കൂണ് അന്നത്തെ കൂണിൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാലും കൂണാണ് നല്ലതാണ്. കൂണ് നമ്മൾ കഴിക്കണതും നല്ലതാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ നന്നാക്കി മഞ്ഞൾ വെള്ളത്തിലിടട്ടെ കേട്ടോ. മഞ്ഞൾ വെള്ളത്തിലാണ് ഈ കിടക്കണത്. അപ്പം നമ്മൾ കൂണ് പിടിയനുള്ള ഉരുളി വയ്ക്കുകയാണ് കേട്ടോ. ഉരുളിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ കൂണ് വെള്ളത്തിലിട്ട് മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകിയതാണ് കേട്ടത്. കുറച്ച് നേരം 10-20 മിനിറ്റ് വെള്ളത്തിൽ കിടന്നാണ്. ഇനി നമ്മളത് വേവിക്കാൻ വയ്ക്കുകയാണ്. കൂണ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളത് കുറച്ച് വെള്ളം കൂടുതൽ വയ്ക്കണം കേട്ടോ. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിടിയനയിലേക്ക് ഇടണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടുതൽ വയ്ക്കണം. പിന്നെ അതേ കുറച്ച് തേങ്ങയുടെ കൊത്ത് അതും ഇതിലേക്കിട്ടു. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് ഉപ്പ് നമ്മൾ അരി കുഴയ്ക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചാണ് ഉപ്പ് ഇതിലിടാമുള്ളൂ. ഇത് നമ്മൾ കുഴച്ച് വെച്ചേക്കണ അരിപ്പൊടി ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചേക്കണം. ഇതിലും ഉപ്പുണ്ട്. ഇതിങ്ങനെ നമ്മൾ കുഴച്ച ജീരകവും തേങ്ങയും അരിപ്പൊടിയും കൂടി കുഴച്ച് വെച്ചിട്ടുണ്ട് പിടിയനാക്കാനുള്ളത്. അപ്പം ഇതിലും ഉപ്പുണ്ട്. അപ്പം ഇതിൻ്റെ അനുസരിച്ചുള്ള ഉപ്പാണ് ഇതിലിടാമുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായി പോകും കേട്ടോ. അപ്പം ഇതിനിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം അത് വേവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. നമ്മൾ പാൻ വെച്ചു. അതിലേക്ക് കുറച്ച് തേങ്ങ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ.
ഇനി നമുക്ക് ചുമക്ക വറക്കാം. കണ്ട നമ്മുടെ തേങ്ങ ഇത്ര മൂത്താൽ മതി കേട്ടോ, ഒരുപാട് മൂത്ത് കറക്കരുത്. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇടുക, കുറച്ച് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടേക്കണതാണ്. അപ്പോൾ കുറച്ചിട്ടാൽ മതി കേട്ടോ, ഈ അരപ്പിലേക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ചിട്ടാൽ മതി. ഒരുപാട് എരിവായി കഴിഞ്ഞാൽ പൊള്ളില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അരപ്പിന് വേണ്ടിയിട്ടുള്ളത് ഗരം മസാല. ഇത് നല്ലോണം പച്ചമണം പോകുന്നവരെ ഇളക്കുക. തീ ഓഫ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോൾ നല്ലോണം അരച്ചെടുക്കുക. ഇനി ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഇത് നമ്മൾ പിടിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, ജീരകം, തേങ്ങ, അരിപ്പൊടി, തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചിടും. ഇനി ഇത് നമ്മൾ ചൂടാറി. ഇനി നമുക്ക് പിടിയന് വേണ്ടിയിട്ട് ഇത് കുഴയ്ക്കണം, അല്ല ഉരുട്ടണം. ഇത്രയുള്ള ഉരുളകളാക്കി നമുക്ക് അധികം വലുത് വേണ്ട, വലുത് ഇത്രയായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മൾ കൂണ് പിടിയാനുള്ള പിടിയൻ ശരിയായിട്ടുണ്ട്, ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് കൂണ് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. എന്താ കൂണെല്ലാം വെന്ത് ഇത് ഇടുകയാണ്. ഇത് കിടന്ന് ഇത് തിളച്ച് ഇതിൻ്റെ ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് ഇളക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. അപ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചത് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കണ്ട ഇത് വെന്ത് നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. അരിയുണ്ടൊക്കെ കട്ടിയാക്കണം. കണ്ട ഇനി നമ്മൾ അരച്ച് വെച്ചേക്കണം ഈ അരപ്പ് ചേർക്കും. വറുത്തരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർക്കണം. തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ചേർക്കണ്ടവർക്ക് അതും ചേർക്കാം, ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കോഴിപ്പിടിയും വെക്കണ മാതിരി തന്നെയാണ് കേട്ടത്, വേറെ വ്യത്യാസമൊന്നുമില്ല. കോഴി ചിക്കനിട്ട് പിടിയും വെക്കൂലേ, അത് തന്നെ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൂണാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ അരപ്പൊന്ന് തിളയ്ക്കണം. നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം, എന്താ വെച്ചാൽ ഇതൊന്ന് കുറുകും തിളച്ച് കഴിയുമ്പോഴേ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം, അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള പാകത്തിനാവും. ഇനി ഇതൊന്ന് തിളക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. മസാലയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇതൊന്നും കൂടി ഇത് തിളച്ച് കഴിയുമ്പോൾ കൊടുക്കും. ഇത് നമ്മുടെ പിടിയൻ റെഡിയായി. കണ്ട ഇത് നമ്മൾ വാങ്ങി വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കടുക് വറക്കണം. അതിന് പാൻ വെച്ചു. എണ്ണ ഒഴിക്കാം കേട്ടോ.
കടുക്, വറ്റൽമുളക് ഇട്ടാൽ ഇനി നമുക്ക് കറിവേപ്പില, ചുമന്നുള്ളി, അട്ടരിഞ്ഞത്. ചുമന്നുള്ളി തന്നെ ചേർക്കണം. മുളകൊന്നും ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ചുമന്നുള്ളി തന്നെ ചേർക്കണം കേട്ടോ. ചുമന്നുള്ളി നല്ലോണം ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്തു കേട്ടോ. അല്ല ഇങ്ങനെ ചുമക്ക മൂക്കണം. ഇത് ഇതിലേക്കിടാം. അതെ, നമ്മുടെ പിടിയൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൂണ് പിടിയൻ. അപ്പം നമ്മുടെ പിടിയൻ റെഡിയാണ്. കഴിക്കാൻ പോകുന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൂണും പിടിയനും തേങ്ങാക്കൊത്തും എല്ലാം കൂടിയും ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ പറയണല്ല, നമ്മൾ വെജിറ്റേറിയൻ കഴിക്കണവർക്ക് എന്തായാലും ഇതുണ്ടാക്കി കഴിക്കണം. ഈ ചിക്കൻ കഴിക്കൂലേ, ചിക്കൻ ഉണ്ടാക്കണ മാതിരി തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഇതുമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. കൂണ് ഇപ്പം മേടിക്കാൻ കിട്ടുമല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.